എല്ലാം മായ, എല്ലാം മിഥ്യ. പ്രപഞ്ചമെല്ലാം മിഥ്യയാണെന്നും അത് സത്യമാണെന്ന് തോന്നുന്നത് മായാദേവിയുടെ പ്രവർത്തനം കൊണ്ടാണെന്നും ഹിന്ദുപുരാണം ഘോഷിക്കുന്നു. വാസ്തവത്തിൽ ഇല്ലാത്തതും എന്നാൽ ഉണ്ടെന്ന് തോന്നുന്നതുമാണല്ലോ മായ. ബൈബിളിലെ സഭാപ്രസംഗകൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ സോളമൻ രാജാവിനെ പോലെ മഹാനായ ഒരു ദാർശനികൻ ലോകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ക്ഷണഭങ്കുരവും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞതുമായ മനുഷ്യജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് മർത്യജീവിതം എത്ര ചെറുതും വെറുക്കത്തക്കതുമാണെന്ന്, അത് കേവലം മായയാണെന്നും സോളമൻ പറയുന്നു. ദൈവത്തിൻ്റെ മനം ആര് കണ്ടു എന്ന് ഒരു കവി ചോദിക്കുന്നതും സോളമൻ്റെ ചോദ്യം തന്നെയാണ്. സോളമൻ്റെ കാലത്തെ ജനത്തെപ്പോലെയാണ് ഇന്നത്തെ മനുഷ്യർ എന്ന് ബില്ലി ഗ്രഹാം പറയുന്നു. ജീവിതോല്ലാസം, വിഷയസുഖം, വിജ്ഞാനം, അനുരാഗം, സുരക്ഷിതത്വം മുതലായവ കണ്ടെത്തുവാൻ മനുഷ്യർ അന്നത്തെ പോലെ ഇന്നും പരക്കം പായുന്നു. എന്നാൽ സോളമൻ എന്താണ് പറയുന്നത്? എല്ലാം മായ, എല്ലാം മിഥ്യ. അടുത്ത നിമിഷത്തിൽ പൊട്ടിത്തകരുന്ന നീർക്കുമിള. പൗരസ്ത്യ രാജ്യങ്ങളിലെ സകല രാജാക്കന്മാരെയും വെല്ലുന്ന മഹാജ്ഞാനിയായിരുന്നു സോളമൻ. എങ്കിലും അദ്ദേഹം പറയുന്നത് അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖം വർദ്ധിപ്പിക്കുന്നു എന്നാണ്. തങ്ങളുടെ സ്വന്തം ജ്ഞാനം മൂലം മനുഷ്യർക്ക് ദൈവത്തെ അറിയുവാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. ഭൗതികമായ അറിവും വിജ്ഞാനവും ആർജിക്കുന്നത് കൊണ്ട് മാത്രം ഒരുവന് ദൈവത്തെ സമീപിക്കുവാൻ സാധ്യമല്ലെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്ത ഒരുവനും ദൈവത്തെ സമീപിക്കുവാൻ സാധ്യമല്ല. സോളമൻ സ്വയം പറഞ്ഞു, വരിക, സന്തോഷം കൊണ്ട് ഞാൻ നിന്നെ പരീക്ഷിക്കും. ഏറ്റവും മേൽത്തരം വീഞ്ഞ് സ്വർണ്ണ പാത്രങ്ങളിൽ പകർന്ന് അദ്ദേഹം കുടിക്കുവാൻ തുടങ്ങി. വിദേശത്തു നിന്നും കൊണ്ടുവന്ന വിശിഷ്ട ഭോജ്യങ്ങൾ അദ്ദേഹം ഭക്ഷിച്ചു. 700 ഭാര്യമാരും ഭാര്യാധർമ്മം നിറവേറ്റുന്ന മറ്റ് 300 സ്ത്രീകളും സോളമൻ്റെ അന്തപുരത്തിലുണ്ടായിരുന്നു. ചരിത്രത്തിൽ അദ്ദേഹത്തെ പോലെ ധനാഢ്യനായ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല. ദന്തനിർമ്മിതവും തങ്കം പൊതിഞ്ഞതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിംഹാസനം. വമ്പിച്ച സൈനിക ശക്തിയും ആയിരക്കണക്കിന് രഥങ്ങളും കുതിരകളും എല്ലാം ഉണ്ടായിരുന്ന സോളമൻ അജയ്യനായി വാണരളി. ഇങ്ങനെ ജീവിതത്തിൻ്റെ മുന്തിരിച്ചാറ് ഊറ്റിക്കുടിച്ച സോളമൻ പറയുകയാണ്, എല്ലാം മായ, എല്ലാം മിഥ്യ, ക്ഷണഭങ്കുരമായ നീർക്കുമിളകൾ. ആകാശത്തിന് കീഴിലുള്ള യാതൊന്നും തന്നെ ആത്മസംതൃപ്തി കൈവരുത്തുകയില്ല എന്ന് അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദേവാലയം അദ്ദേഹം നിർമ്മിച്ചു. ദേവാലയം നിർമ്മിക്കുകയും ഉത്സവങ്ങൾ ആചരിക്കുകയും ചെയ്ത സോളമൻ ഒരു തികഞ്ഞ ദൈവഭക്തനായി അറിയപ്പെട്ടു. പക്ഷേ നിങ്ങൾ വ്യർത്ഥമായ കാഴ്ച കൊണ്ടുവരരുത്. നിങ്ങളുടെ ധൂപവും അമാവാസിയും ഉത്സവങ്ങളും എനിക്ക് വെറുപ്പാകുന്നു, അവ എനിക്ക് അസഹ്യം എന്ന് പ്രവാചക ശ്രേഷ്ഠ യെശയ്യാവ് മുഖാനെ ദൈവം അരുളി ചെയ്തു. നമ്മുടെ ഭക്തിയും ആരോപണങ്ങളുമല്ല ദൈവത്തിന് അസഹ്യമായി തീർന്നിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. സംഘടിത മതമോ ഉല്ലാസ ജീവിതമോ ധനമോ യഥാർത്ഥ സന്തോഷവും സമാധാനവും നമുക്ക് പ്രദാനം ചെയ്യുമെന്ന് കരുതരുത്. അവയെല്ലാം നിമിഷനേരം കൊണ്ട് പൊട്ടിത്തകരുന്ന നീർക്കുമിളകളാണ്. ദൈവത്തെ അഭിമുഖം ദർശിച്ചുകൊണ്ട് സത്യത്തെ ഉൾക്കൊള്ളുകയും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നവർക്ക് നിലനിൽക്കുന്ന സന്തോഷം അനുഭവവേദ്യമായി തീരും. അതിനുള്ള അവസരം നാളെയല്ല, ഇന്ന് തന്നെ